ഹൈ ഗൈസ് വെൽക്കം ബാക്ക് ആണതൊരു വീഡിയോ. സോ ഗൈസ് കുറേ കാര്യം വ്ലോഗ് കിട്ടി. ഇന്ന് ഞാൻ ഗേൾ ഫ്രണ്ട് വീട്ടിലേക്ക് പോകാൻ പോകുന്നു. വീട്ടിൽ കഷ്ടപ്പെട്ട് വയനാട് ബൈക്ക് ഓട്ടാണ് പോകുന്നത്. സോ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പെണ്ണിൻ്റെ വീട്ടിൽ നിൽക്കാൻ പോകുന്നതാണ്. അപ്പോൾ തന്നെ ആണുങ്ങളെ വരക്കണം നിൽക്കില്ല, പണികളൊക്കെ നിൽക്കില്ലെന്ന് നമുക്കറിയില്ല. എന്തായാലും അവളെ വീട്ടിൽ പോയിട്ട് അവളെ അച്ഛൻ്റെ അമ്മ തല്ലോ ഇല്ലേ നോക്കാം. സോ നമ്മൾ ഇന്ന് പോയിട്ട് ഇന്ന് വിഷു കൂടാൻ പോകാം. അതായത് ഗേൾ ഫ്രണ്ട് വീട്ടിൽ വിഷു കൂടാൻ പോകാമെന്ന്. നാളെ വിഷുവിൻ്റെ വ്ളോഗും എല്ലാ കാര്യങ്ങളും സെറ്റായിട്ട് വരും. സോ ഗേൾ ഫ്രണ്ട് വീട്ടിലും കുറേ ടെൻഷനും കാര്യങ്ങളുണ്ട്. ബാക്കി അടുത്തിട്ട് കാണാം. മേ ബി അടുത്ത് എന്തെങ്കിലും ഓൾക്ക് വാങ്ങുന്ന വീഡിയോ ലൈക്ക് അങ്ങനത്തെ വരുന്ന ചാൻസ് ഉണ്ട്. സത്യം പറഞ്ഞാൽ നല്ല ടെൻഷൻ ഉണ്ട്. കുറേ കാര്യം വ്ളോഗ് ഇട്ടിട്ട് സത്യം പറഞ്ഞാൽ ഒരു ടച്ച് വാട്ടർ ഫീലാണ് നമുക്ക്. അതായത് വ്ളോഗ് ഭയങ്കര മടി, കണ്ണറിട്ടിയ പോലെയാണ്, ഫുൾ മടി. ഇൻഷാല്ലാ ഇനി മുതൽ ഡെയിലി വ്ളോഗ്, മേ ബി കപ്പിൾ വ്ളോഗ്സ് അങ്ങനത്തെ കാര്യം മൊത്തം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും സ്റ്റേറ്റും ഉണ്ട്. അപ്പോൾ കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. എല്ലാം വെയിറ്റ് ചെയ്ത് നിന്നോ. അപ്പോൾ നേരെ പോകും തെറ്റാം. ഞാൻ രാവിലെ 9:50 കൊടുവെള്ളത്തിൽ ജസ്റ്റ് മറ്റേ ചെയിൻ ലൂബ് അടിക്കാൻ വേണ്ടി ഷോറൂമിൽ കയറുന്ന സമയത്ത് ഫ്രണ്ട് ബ്രേക്ക് പൊട്ടി, വണ്ടി ജാമായി. അത് ഏടുന്ന് കറക്റ്റ് ഷോറൂമിൻ്റെ മുന്നിൽ നിന്ന് എൻ്റെ എന്താക്കി ഫ്രണ്ട് ബ്രേക്ക് ശരിയായെന്ന് പറഞ്ഞിട്ട് ശരിയാക്കിയിട്ട് കൃത്യം 1 മണിക്ക് തരാൻ കഴിഞ്ഞു. ബട്ട് അയാളെടുത്ത് ടെസ്റ്റ് അടിക്കുന്ന സമയത്ത് വണ്ടി പിന്നെയും പൊളിഞ്ഞു. സോ എനിക്ക് നല്ല ടെൻഷനുള്ള ദിവസമാണ്. അതായത് എൻ്റെ ഓളെ കാണാൻ പോകുന്നതാണ്. ബട്ട് എനിക്ക് കിട്ടിയ പണി 8ൻ്റെ പണി. ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് 5 മണി. അതായത് അവർ ഊരി ശരിയാക്കിയെന്ന് പറയുന്നത്. ബട്ട് ഞാൻ ടെസ്റ്റ് ഡ്രൈവ് അടിച്ചിട്ട് ഓൾമോസ്റ്റ് ശരിയുണ്ടാവും, മേ ബി ശരിയായിരിക്കും. ഇപ്പോൾ ഇന്ന് രാത്രി എനിക്ക് അവളെ വീട്ടിലെത്താം. അവളെ അച്ഛനമ്മ എന്ത് പറയുമെന്ന് നമുക്കറിയില്ല. മേ ബി തലയുടെ ചാൻസ് ഉണ്ട്. ബട്ട് അവൾക്ക് കുറച്ച് സർപ്രൈസ് സാധനം വാങ്ങാനുണ്ട്. നമുക്ക് പോവാം, ലെറ്റ്സ് ഗോ. സോ എൻ്റെ ഗേൾ ഫ്രണ്ടിന് എന്തെങ്കിലും വാങ്ങണ്ടേ. അപ്പോൾ അവൾക്ക് ഇൻ്റർജോയ് പ്രാന്താണ്. അവൾക്ക് ഇൻ്റർജോയ് ജീവനാണ്. അപ്പോൾ നമുക്ക് ഒരു 2 ഇൻ്റർജോയ് എടുക്കാം. 2 ബോക്സ് ഓൾക്ക് സർപ്രൈസ് ആട്ടെ. ലെറ്റ്സ് ഗോ. കേട്ട എടുക്കുന്നുണ്ടോ? സോ രാവിലെ വന്നിട്ട് പോസ്റ്റ് ആയി. എന്നാലും പിറക്കും ബടി വാങ്ങണ്ടേ. ആ പടക്കം നമ്മളോട് ബടി പറയല്. കുറച്ച് ബടി വാങ്ങുന്നത് കാണിച്ചു തരാം. അത് നാളത്തെ പൊട്ടിക്കുന്ന വ്ളോഗുണ്ടാവും. സെറ്റ് നമുക്ക് ഓൾമോസ്റ്റ് 2600 ഡിസ്കൗണ്ട് ഇറങ്ങിയിട്ടുണ്ട്. നോക്കാം. കുറേ ബടി കഴിഞ്ഞിട്ട് പടക്കം കുറേ വാങ്ങിയിട്ടുണ്ട്. ഓളെ വീട്ടിൽ ഒരു വയനാട് കത്തിക്കും. സോ നോക്ക്, സാധനം കാണിച്ചു. സോ ഗൈസ് ഇതെല്ലാം വാങ്ങിയ സാധനം ഓർത്ത് കാണില്ലേ? ഇതാ വാങ്ങിയ സാധനം. എങ്ങനെയുണ്ട്? ഇവിടെ കുറേ ആൾക്കാരുണ്ട്. ഒരു സാധനം സാധനം എടുത്തു. ഇങ്ങനത്തെ 2-3 വാങ്ങുന്നുണ്ട്. അപ്പോൾ ഡിസ്കൗണ്ട് തരാറുണ്ട് ഈ സാധനം. എൻ്റെ സാധനം 2000 രൂപയ്ക്ക് പടക്കം വാങ്ങിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഹറാമാണ്. പക്ഷേ നമുക്ക് എന്താ ഒരു ആഘോഷമല്ലേ, ഒരു ഹാപ്പിനെസ് അല്ലേ. നമുക്ക് എന്തായാലും ഓളെ പെരക്ക് പറ്റി വിഷു ആഘോഷിക്കാം. സെറ്റല്ലേ? നമ്മൾ ഓൾമോസ്റ്റ് അവരുടെ വീടിൻ്റെ അടുത്തെത്തി. ഇങ്ങോട്ട് വാ. പടക്കം വാങ്ങിയ കാര്യം നമ്മൾ പറഞ്ഞിട്ടാ. അതായത് പടക്കം വാങ്ങിയ കാര്യം നമ്മൾ അവളോട് പറഞ്ഞിട്ടാ. അവള് വെച്ചിട്ട് പടക്കം വാങ്ങിയിട്ട് വെച്ചു. ഞാൻ പറയില്ല, അതൊന്നും വാങ്ങിയിട്ട് ഇത് മൊത്തം സർപ്രൈസ്. അവിടെ എത്തിയിട്ട് ഫുള്ള് സർപ്രൈസ് ആയിരിക്കും. നിങ്ങളുടെ വെയിറ്റ് ചെയ്ത് നിന്നോ. ഫുൾ സർപ്രൈസ് ആയിരിക്കും. ഇന്നത്തെ ഓളെ റിയാക്ഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അവൾ പൊട്ടത്തിയാന്ന് നോക്കാം എന്താക്കും. ഓക്കെ. അപ്പോൾ എനിവേ 2 പിള്ളേരുണ്ടായിരുന്നു. നമുക്ക് കാണിച്ചേ വാ. സോ ഗൈസ് 2 പിള്ളേർ പാവം പിള്ളേരാണ്. പാവം കഷ്ടപ്പെടായിരുന്നു. ഒരു ഹായ് പറഞ്ഞു. ഹായ്, ഹാപ്പി അല്ലേ? ഓ ഹാപ്പി. ഡോണ്ട് വറി. ഓക്കേ. സോ ഗൈസ് ഇതാ ഞാൻ പറഞ്ഞു. ഹായ്. അമ്മൻ്റെ വീട് കാണാൻ ഫാൻ എന്ന മോള് പറഞ്ഞത്. അങ്ങനെ മോളെ കാണാൻ വന്നിയാന്ന്. പടക്കം പൊടിക്കണ്ടേ? ഒരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസ് ഇരുന്ന് പൊട്ടിച്ചോ. പടക്കം വാങ്ങിയില്ലേ? സർപ്രൈസ് അല്ല, സർപ്രൈസ് അങ്ങനെ പറയില്ല പൊട്ടത്തി. അങ്ങോട്ടേക്ക്. ഹാപ്പി അല്ലേ? പൊട്ടിക്കണ്ടേ നീ? വേറെ സർപ്രൈസ് കുറച്ചുണ്ടായിരുന്നു കേട്ടോ. ആ സർപ്രൈസിന് പറയാൻ പറ്റുമോ എന്തെന്ന്?
സോ ഞാൻ ഫസ്റ്റ് പറഞ്ഞ ഇത് എൻ്റെ ഗേൾ ഫ്രണ്ട് ഒന്നല്ല, ഇത് ആ ക്യാമറമാൻ്റെ ചങ്ങായാന്ന്. അങ്ങനെ ചങ്ങായി അല്ലേ, ക്യാമറമാൻ ഒരിച്ചിരിക്കുന്നില്ല, നമ്മൾ പരിചയപ്പെട്ടെ പറ ക്യാമറാമാൻ ആ ക്യാമറമാൻ്റെ ക്യാമറാമാന്റെ ഫ്രണ്ട് ആയോണ്ട്. ആ പിന്നെ ഇവളെ വീഡിയോ എടുത്ത് രണ്ട് വീഡിയോ എടുത്ത് പിന്നെ ഇടയ്ക്ക് കാണാൻ തുടങ്ങി, പിന്നെ ഫ്രണ്ടായി അല്ലേ. അതാ സംഭവം. പിന്നെ ഫസ്റ്റ് കുറേ ഒരു കളവ് ഞാൻ പറഞ്ഞു എൻ്റെ ഗേൾ ഫ്രണ്ട് ഒന്ന്, ബിക്കോസ് കുറേ കാലം വ്ളോഗ് ഇട്ടിട്ട് ഒരു ആൾക്കാർ നെഗറ്റീവ് കേട്ടിട്ടുണ്ട് ഇട്ടതാന്ന്. ഹാപ്പി അല്ലേ? ഹാപ്പി. ഓള് ഞാൻ ചോദിച്ചു പറയട്ടെ, പറഞ്ഞ കുറച്ചില്ല കുറച്ചില്ല. സോ നമുക്ക് അടുത്തവരോട് പടക്കം പിടിക്കല്. ഫോൺ ചാർജ് ഇല്ല, ചാർജ് ആയിട്ട് എടുക്കാം. ബാ. ഗേൾ ഫ്രണ്ട് വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാന്ന്. വിഷു വന്നിട്ട് ഗേൾ ഫ്രണ്ട് വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാന്ന് അല്ലേ. ഗേൾ ഫ്രണ്ട് എന്ന് പറയാനുണ്ടോ? ഭയങ്കര നാണ് ഗേൾ ഫ്രണ്ട് ഭയങ്കര നാണാന്ന് അല്ല. ഗേൾ ഫ്രണ്ട് അമ്മ അവിടെ നമുക്ക് ഫുഡ് എടുക്കുന്നുണ്ട്. മറ്റേ ചോറ് വെക്കാന്ന്, അച്ചാറ്, കോഴിക്കറി, കച്ചമ്പറി, ഇതെല്ലാം ഞമ്മക്കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഞാനോട് പറഞ്ഞു ഞമ്മക്കൊണ്ട് ഒന്നും ഉണ്ടാക്കണ്ട പറഞ്ഞിട്ടേ. അമ്മ ഞമ്മക്കൊണ്ട് മാത്രം പുതിയ പ്ലേറ്റ് പുറത്തിറക്കി. ആ ഷോക്കേസിന്റെ പ്ലേറ്റ് പുറത്തിറക്കി. ഞമ്മക്കൊണ്ട് ഷോക്കേസിന്റെ പ്ലേറ്റ് ഇതാ നല്ല ചില്ല് പ്ലേറ്റ് പുറത്തിറക്കിയിരിക്കാം. കേരളത്തിൽ എല്ലായിടത്തും അങ്ങനെയാന്ന്. ഇല്ല ശ്രദ്ധിച്ചിട്ടാ. പക്ഷെ ഞങ്ങൾക്ക് കൊണ്ട് മാത്രം പുതിയ പ്ലേറ്റ്. സോ ഫേസ് മൊത്തം ഇതാകും. കാരണം ബൈക്കോട്ട് ചത്തണക്കുണ്ട്. രാവിലെ ഇറങ്ങിയത് എന്ത് നോക്കുന്നു. സോ ഗേൾ ഫ്രണ്ട് ഇങ്ങനെ നാണം, ഗേൾ ഫ്രണ്ടിന് ഇങ്ങനെ നാണാന്ന് അല്ലേ. നാളെ ഗേൾ ഫ്രണ്ട് മറ്റേ ബോയ് ഫ്രണ്ട് വരാൻ പോവാന്ന് അല്ലേ. ഒറിജിനൽ ബോയ് ഫ്രണ്ട് ചിലപ്പോൾ നാളെ വരും. സോ വരും കണ്ടാ അല്ലേ. അപ്പോൾ എൻ്റെ വീട് എടുക്കാം നമുക്ക്. എൻ്റെ നമുക്ക് സെറ്റാക്കി വെക്കാം. നമുക്ക് അതിനോട് ഓപ്ഷൻ പറയാം. അമ്മ നമുക്കൊണ്ട് ചോറും വാങ്ങും. ഫുഡ് എങ്ങനെയുണ്ട്? കിട്ടിയാണല്ലേ സത്യം. അമ്മേൻ്റെ ഫുഡ് സെറ്റപ്പാണ് അല്ലേ. നീയൊന്നല്ല, അമ്മ ഉണ്ടാക്കി ഫുഡ്. ഓക്കെ, ഹാപ്പി അല്ലേ അമ്മ? ഞങ്ങളെ ഹാപ്പി. സോ ഗൈസ് ഇത്രയും പടക്കമുണ്ട്. ഇന്ന് ഇവള് ആഗ്രഹം പോലെ പൊട്ടിക്കുക അല്ലേ, ഫുള്ള് പൊട്ടിക്കുക അല്ലേ, പൊടി വെക്കുക. ആരും ഉറങ്ങണ്ട. അവളോടുന്ന് എൻ്റെ ഉറക്ക് പോയി എന്നെ നാട്ടറ മൊത്തം ഉറങ്ങണ്ടാന്ന് അല്ലേ. പൊട്ടിക്കോ കത്ത് തണുത്ത് വർത്തുന്നല്ലേ. ഇങ്ങനെ ആയിക്കോ. എന്റെ വണ്ടി അമ്മ പൊട്ടത്തി. ഇങ്ങനെ ആയിക്കോ. കൈ കൊടുക്കുന്നില്ല. തുടങ്ങാം. കൈ നോട്ടിടക്കില്ല. ക്ലിയർ അല്ലേ? പട്ടിയുണ്ട് ഇവിടെ. എടാ വീഡിയോ എത്തല്. സോ ഗൈസ് അനദർ അംട്ട്. ഇത് റെഡ് കളറാണ്. ഇതിന്റെ സൗണ്ട് എങ്ങനെ നോക്കാം. 1 2 3 4. തലവേദന മാറുന്നു. മറ്റേ ചില പൊട്ടുന്നെങ്കിലേ കൊള്ളാട്ടാ. നിക്കൊന്നുമില്ല, അത് പൊട്ടിത്തെറിക്കൊന്നുമില്ല, ബജാറുണ്ടോ. നല്ലോണം കിട്ടില്ല. വയനാട് കത്തിക്കും കണ്ടോ. നോക്കോ ഒന്ന്
കഴിഞ്ഞാ ഓ സംഭവം കേട്ടോ ഹാപ്പി മതിയാക്കാം നമുക്ക്. നമുക്കൊന്നില്ലേ ബസ് കിട്ടുന്ന നല്ല സാധനം അല്ല. ഇവിടെ സ്ഥലം ശരിയാത്തോണ്ടോ? ഇവിടെ സ്ഥലം ശരിയില്ലാത്തോണ്ട്. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് പെരക്കാർക്ക് ഹാപ്പി ആകാൻ വേണ്ടിട്ട് സാധനം പൊട്ടിക്കാന്ന്. നോക്കോ നോക്കോ നോക്കോ. കത്ത് കത്ത് മന കത്ത് 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 മന കത്ത് കത്ത് മന കത്ത്. പറ്റിക്കരുത് പ്ലീസ്, പറ്റിക്കരുത്. ഞാൻ പൈസ എടുത്ത് വാങ്ങിയ സാധനമാണ്, പറ്റിക്കരുത്. ഓൾമോസ്റ്റ് വ്ളോഗ് വൈൻഡപ്പ് ആക്കാൻ പോകുന്നത്. അതായത് ഇന്ന് രാവിലെ മുതൽ ഇതുവരെ കുറച്ച് വ്ളോഗ് എടുത്തിട്ടോ, പക്ഷെ നല്ല ടയർഡാണ്. അതായത് അതിൽ 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഓള് വീട്ടിലെത്തി എത്ര മണിക്ക്? 10:30 ഇവിടെ വീട്ടിൽ എത്തുന്നത്. എന്നിട്ട് ഇഷ്ടംപോലെ കാര്യം നടന്ന് ടയർഡായി ചത്ത് ചൂട്. അതായത് കോഴിക്കോട് കൂടുതൽ എന്ത് ചൂട് ഗൈസ്, ചൂട് അങ്ങനെ ചൂട്, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. സോ ഇവിടെ ഒരു സർപ്രൈസ് ബാക്കിയുണ്ട് വേണ്ടേ? സോ ഇവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട കിൻഡർ ജോയ് ഹാപ്പി. ഇതിന്റെ പാക്കറ്റ് പറഞ്ഞേ ബൂമറിന്റെ. ഹാപ്പി ഒന്നും പറയാനൊന്നുമില്ല, അളുക്കിക്കോ. തുറന്നു നോക്ക, അതിനുള്ള എന്തോ നോക്കി. ഇതിനുള്ള വേറെ സർപ്രൈസ് ഉണ്ട്. ഇല്ല ഒന്നുമില്ല. കേറിക്കോ, നിനക്ക് പൊട്ടിയോണോ? ഒരു പൊട്ടത്തിയാണ് ഇവിടെ കുറെ സ്ട്രോങ് കേടുന്നു വലയ്ക്കാന്ന് കണ്ട. ഈ സാധനം എടുത്താൽ അറിയില്ല. സോ ഹാപ്പി കൊള്ളാന്ന്, ഞാൻ ഉണ്ടാക്കിയല്ല, കൊള്ളാറന്ന്. ഹാപ്പി അല്ലേ? ഇതേ സാധനം അതിലുള്ളത് പൊട്ടിക്കണ്ട. ഓക്കെ. സോ വീഡിയോ ലൈക്ക് അടിക്കുക, ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി ഓടത്തി 2 ദിവസം നിന്നിട്ട് ഇത് വയനാട് കറങ്ങുന്ന വ്ളോഗായിരിക്കും നെക്സ്റ്റ് വരാൻ പോകുന്നത് അല്ലേ? ഫുൾ സെറ്റപ്പ് അല്ലേ? ഹാപ്പി അല്ലേ? അപ്പോൾ സെറ്റ്.